ലണ്ടനിലെ വിഖ്യാതമായ വെംബ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച ആവേശ പോരാട്ടത്തിൽ പീരങ്കിപ്പടയുടെ പോരാട്ട വീരത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ സിംഹാസനത്തിലേറി. പെപ് ഗാർഡിയോള എന്ന തന്ത്രജ്ഞന്റെ കീഴിൽ സിറ്റി നേടുന്ന 19ാം കിരീടമെന്ന സുവർണ നേട്ടത്തിനാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. പ്രതിരോധം പടുത്തുയർത്തിയ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ നിക്കോ റെയ്ലി എന്ന യുവതാരത്തിന്റെ ഇരട്ട ഗോളുകളാണ് മത്സരത്തിന്റെ വിധി കുറിച്ചത്. ഗണ്ണേഴ്സിന്റെ ഗോൾ കീപ്പർ കെപ്പ വരുത്തിയ നിർണായകമായ പിഴവിൽ നിന്ന് പിറന്ന ആദ്യ ഗോൾ വെംബ്ലിയിലെ ഗാലറികളെ ഇളക്കി മറിച്ചു. റയാൻ ചെർക്കിയുടെ അളന്നുമുറിച്ച ക്രോസ് തട്ടിയകറ്റുന്നതിൽ കെപ്പ പരാജയപ്പെട്ടപ്പോൾ മാർട്ടിൻ സുബിമെൻഡിയെ മറികടന്ന് റെയ്ലി തൊടുത്ത ഹെഡർ ആർസണലിന്റെ വലകുലുക്കി. ആ പ്രഹരത്തിൽ നിന്ന് ഗണ്ണേഴ്സ് മുക്തരാകും മുമ്പേ 4 മിനിറ്റുകൾക്കപ്പുറം മാറ്റിസ് ന്യൂൻസിന്റെ അസിസ്റ്റിൽ റെയ്ലി തന്റെ രണ്ടാം ഗോളും പൂർത്തിയാക്കി സിറ്റിയുടെ വിജയം അരക്കെട്ടുറപ്പിച്ചു. ചരിത്രപരമായ ക്വാർട്ടറബിൾ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ആർസണലിന് ഈ തോൽവി കനത്ത പ്രഹരമായി മാറിയപ്പോൾ 6 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിടാനുള്ള അവരുടെ മോഹങ്ങൾ ഒരിക്കൽ കൂടി വെംബ്ലിയുടെ മൈതാനങ്ങളിൽ പൊലിഞ്ഞു പോകുകയാണ്. ഈ കിരീട നേട്ടം പ്രീമിയർ ലീഗിലെ 9 പോയിന്റ് വ്യത്യാസം മറികടക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പുതിയൊരു ഊർജവും ആത്മവിശ്വാസവും നൽകുമെന്നതിൽ തർക്കമൊന്നുമില്ല. മൈക്കൽ ആർട്ടറ്റയുടെ കീഴിൽ ആർസണൽ എന്ന ക്ലബ്ബ് ഒരു വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. മികച്ച കളിശൈലിയിലൂടെ അവർ ആരാധകരെ ആവേശഭരിതമാക്കുന്നുണ്ടെങ്കിൽ പോലും കിരീടങ്ങൾ ചൂടാനുള്ള ഭാഗ്യം മാത്രം അവരെ വിട്ടുനിൽക്കുകയാണ്. 2020 FA കപ്പിന് ശേഷം മറ്റൊരു വലിയ ട്രോഫി ഗണ്ണേഴ്സിന്റെ അലമാറയിൽ എത്തിയിട്ടില്ല. തുടർച്ചയായി 3 തവണ പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനക്കാരായി ഒതുങ്ങേണ്ടി വന്നത് അവരുടെ കഴിവിനേക്കാൾ ഉപരി നിർണായക നിമിഷങ്ങളിൽ പതറിപ്പോകുന്ന മാനസികാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. വലിയ മത്സരങ്ങളിൽ അമിതമായി പ്രതിരോധത്തിലേക്ക് വലിഞ്ഞതും കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാത്തതും അവർക്ക് തിരിച്ചടിയായി. പ്രീമിയർ ലീഗ് പട്ടികയിൽ നിലവിൽ മുൻതൂക്കമുണ്ടെങ്കിലും വിജയം പിടിച്ചെടുക്കാനുള്ള വീര്യം മൈതാനത്ത് പ്രകടിപ്പിച്ചാൽ മാത്രമേ ആർസണലിന് ഈ നിർഭാഗ്യത്തെ മറികടന്ന് കിരീട നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. വാശിയേറിയ കിരീട പോരാട്ടത്തിൽ ഒരു ഫൈനൽ വിജയം എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കൃത്യമായി പറയാൻ പെപ് ഗാർഡിയോള മടിക്കുമ്പോഴും ആർസണൽ ആരാധകരുടെ ഉള്ളിൽ ആശങ്കയുടെ കനൽ എരിയുകയാണ്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പ്രീമിയർ ലീഗ് എമിറേറ്റ്സിലെത്തിക്കാൻ ഗണ്ണേഴ്സിന് മുമ്പിലുള്ളത് അഗ്നിപരീക്ഷകളാണ്. നിലവിൽ 9 പോയിന്റിന്റെ വ്യക്തമായ ലീഡ് ആർസണലിനുണ്ടെങ്കിലും ഒരു മത്സരം അധികം കൈവശമുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഏത് നിമിഷവും ആധിപത്യം തിരിച്ചുപിടിക്കാനുള്ള കരുത്തുമായി പിന്നാലെയുണ്ട്. ഏപ്രിൽ മാസത്തിൽ എത്തിയാദ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ പോരാട്ടം ലീഗ് വിധിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. വലിയ മത്സരങ്ങളിൽ പതറുന്ന അവരുടെ മാനസികാവസ്ഥയെ അത് വീണ്ടും ചോദ്യം ചെയ്യുന്നു. സ്ഥിതി വിവരണ കണക്കുകൾക്കപ്പുറം തോൽവിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ആർട്ടറ്റയുടെ സംഘത്തിന് സാധിക്കുമോ എന്നത് വരാനിരിക്കുന്ന മത്സരങ്ങൾ മാത്രമാകും മറുപടി നൽകുക. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുവർണ കാലഘട്ടത്തിലെ കരുത്തനായ ബെർണാർഡോ സിൽവ തൻ്റെ 5ാം കരബാവോ കപ്പ് കിരീടത്തിൽ മുത്തമിടുമ്പോൾ അത് ഒരു തലമുറ മാറ്റത്തിൻ്റെ കൂടെ സാക്ഷ്യപത്രമായി മാറുകയാണ്. സിറ്റിയുടെ സിൽവയടക്കമുള്ള നെടുംതൂണുകൾ ക്ലബ്ബ് വിടാനൊരുങ്ങുന്ന ഈ വേളയിൽ ഒറേലിയെ പോലുള്ള യുവതാരങ്ങളിലൂടെ സിറ്റി തങ്ങളുടെ ഭാവി സുരക്ഷിതമാണെന്ന് തെളിയിക്കുകയാണ്. ക്ലബിൻ്റെ അക്കാദമിയിൽ നിന്ന് വളർന്നു വന്ന 21-കാരനായ ഒറേലി ഫൈനലിലെ നിർണായക പ്രകടനത്തിലൂടെ സിറ്റിയുടെ പുതിയ മുഖമായി മാറിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ലോകകപ്പിനും വലിയ പ്രതീക്ഷയാണ് ഈ താരം നൽകുന്നതും. പഴയ പ്രതാപികൾ പടിയിറങ്ങുമ്പോൾ മാർക്ക് ഗുഹി, റയാൻ ചെർക്കി തുടങ്ങിയ യുവനിരയെ നയിക്കാൻ പ്രാപ്തിയുള്ള റെയ്ലി വരാനിരിക്കുന്ന നിരവധി വിജയഗാഥകളുടെ ആദ്യാധ്യായം കുറിച്ചിരിക്കുകയാണ്. കരബാവോ കപ്പ് ഫൈനലിൽ ഇരു ടീമുകളുടെയും 2ാം നിര ഗോൾ കീപ്പർമാരെയാണ് കളത്തിലിറക്കി വിട്ടത്. മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഗ്ലൗസ് അണിഞ്ഞ ജെയിംസ് ട്രാഫോർഡ് പതറാത്ത ആത്മവിശ്വാസത്തോടെ കോട്ട കാത്തപ്പോൾ ആർസണലിന്റെ കെപ്പക്ക് പിഴക്കുകയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹെവേർട്സിന്റെയും സാക്കിയുടെയും അപകടകരമായ നീക്കങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ട്രാഫോർഡ് സിറ്റിയുടെ രക്ഷകനായി മാറി. എന്നാൽ മറുവശത്ത് 60ാം മിനിറ്റിൽ റയാൻ ചെർക്കിയുടെ ക്രോസ് കൃത്യമായി തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ട കെപ്പയുടെ പിഴവ് ഒറേലിയുടെ ഗോളിലേക്ക് വഴി തുറന്നു. ലോകത്തെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ഡേവിഡ് റായയെ പുറത്തിരുത്തിക്കൊണ്ട്
കെപ്പയെ വിശ്വസിച്ച ആർട്ടറ്റയുടെ തീരുമാനം ഒടുവിൽ തിരിച്ചടിയാവുകയായിരുന്നു. ട്രാഫോർഡ് തൻ്റെ കരിയറിലെ സുപ്രധാനപരമായ ഒരു വിജയം സിറ്റിക്കായി സമ്മാനിച്ചപ്പോൾ കെപ്പയ്ക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. എന്നിരുന്നാലും ഈ വിജയം സിറ്റിക്ക് ഒരു ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ്.